MVDയുടെ സർവർ പണിമുടക്കിയപ്പോൾ പെർമിറ്റിന് പണം അടയ്ക്കാനാകാതെ അതിർത്തിയിൽ കുടുങ്ങിയിരുന്നു എയർബസുകൾ. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പാറശാലയിലാണ് 300-ലധികം യാത്രക്കാർ കുടുങ്ങിപ്പോയത്. കന്യാകുമാരി യാത്രക്കായി എത്തിയ 7 എയർബസുകളാണ് മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നത്. 12 മണിയോടെ സർവർ പുനഃസ്ഥാപിച്ചെങ്കിലും വീണ്ടും തകരാറിലായി. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് സർവറിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനായത്. അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സർവർ പണിമുടക്കിയപ്പോൾ യാത്രക്കാർ പെരുവഴിയിലായി എന്നതായിരുന്നു അവസ്ഥ. വിനീത, പ്രധാനമായും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കന്യാകുമാരി യാത്രയ്ക്കായിട്ട് ഈ പാറശാല NH വഴി യാത്ര ചെയ്തത്. ഈ സമയത്ത് ഈ പെർമിറ്റിനായിട്ട് ഈ വാഹന ഉടമകൾ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ ഇതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉടമകൾ ഇന്ന് നമ്മളോട് പങ്കുവച്ചത്. ഇന്നലെ ഉച്ച മുതൽ ഇതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും MVDയുടെ ഈ സർവർ തകരാർ മൂലം ഇവർക്ക് ഈ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ അടയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിവരെ യാത്ര തിരിച്ചപ്പോൾ തന്നെ ഈ പാറശാല RTOയുടെ ഓഫീസിൽ നേരിട്ട് അടയ്ക്കാമെന്നുള്ള ഒരു സാധ്യത ഇവർ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെയും ഇവർക്ക് പണം അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് 9 മണിക്ക് എത്തിയ 7 എയർബസുകൾ ഇതിലുണ്ടായിരുന്ന 300ഓളം വരുന്ന യാത്രക്കാർ ഈ വലയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. നീണ്ട 3-4 മണിക്കൂറുകളാണ് ഈ NHൽ ഈ വഴിമധ്യേ കിടന്നത്. കാരണം ഇതിൽ ഈ 300ഓളം യാത്രക്കാരിൽ ഈ ഭൂരിഭാഗം പേരിലും ഈ കൈക്കുഞ്ഞുങ്ങളായിട്ട് യാത്ര ചെയ്തവരാണ്. കാരണം നിരന്തരമായിട്ട് കന്യാകുമാരി മണ്ടക്കാട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ തീർത്ഥാടന യാത്രക്കാരായിരുന്നു ഇതിൽ ഭൂരിഭാഗം പേരും യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വേണ്ട ഭക്ഷണങ്ങളൊന്നും തന്നെ കരുതിയിരുന്നില്ല. പുലർച്ചെ യാത്ര ചെയ്തു ഈ കന്യാകുമാരിയിൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ യാത്ര 3 മണിക്കൂറോളം ഈ ഹൈവേയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. പ്രധാനമായും MVD 10 മാസങ്ങൾക്ക് മുൻപാണ് ഈ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഈ പെർമിറ്റ് ഇടപാടുകൾ മാറ്റിയിരുന്നത്. പക്ഷേ ഡിജിറ്റൽ ഇടപാടുകൾ ഇങ്ങനെ ഈ ഒരു സാങ്കേതികപരമായ ബുദ്ധിമുട്ട് ഉണ്ടായാൽ തകരാറുകൾ ഈ സർവർ തകരാറുകൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റം ഒരുക്കേണ്ടുന്ന ഒരു ബാധ്യത MVDക്കുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 10 മാസമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പാറശാല RTOയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നമുക്ക് പങ്കുവച്ചത്. കാരണം കഴിഞ്ഞ മാസം ചെന്നൈയിൽ നിന്നും ഒരു യാത്രാ സംഘം തിരുവനന്തപുരത്തേക്ക് മരണവുമായി ബന്ധപ്പെട്ടെത്തിയപ്പോഴും ദീർഘനേരം രാത്രിയോളം മണിക്കൂറുകളോളം അവർ ഈ NHൽ ഈ അതിർത്തി പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ അതീവമായിട്ട് വളരെ വേഗത്തിൽ എമർജൻസി ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പലരും ഇത്തരത്തിൽ അതിർത്തി പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ MVDയുടെ ശ്രദ്ധയിൽ ഇത് എത്രയും വേഗം പെടുത്തണം. കാരണം ഇത്തരത്തിലൊരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വരുമ്പോൾ പകരം നേരിട്ട് പണം RTOയുടെ ഓഫീസിൽ അടയ്ക്കേണ്ടുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ അടിയന്തരമായിട്ടുള്ള യാത്ര ചെയ്യുന്ന യാത്രക്കാർ അതിർത്തി പ്രദേശങ്ങളിൽ വലയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഏതായാലും സർവർ പണിമുടക്കിയതോടെയാണ് യാത്രക്കാർ പെരുവഴിയിൽ. അതായത് നിരന്തരം ഇങ്ങനെയാകുമ്പോൾ ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടായേ മതിയാകൂ എന്നതാണ് അരുൺ സോളമൻ